ആണവായുധ വാഗ്ദാനമാണ് സൗദി അറേബ്യയെ അമേരിക്ക കൂടെ കൂട്ടിയത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി ഇത്രയും കാലത്തിനിടയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെ പോലും ഉണ്ടായപ്പോഴും തീർത്തും ക്ഷമയോടുകൂടി അതിനെ പ്രതിരോധിച്ച രാജ്യങ്ങളൊന്നാണ് സൗദി അറേബ്യ. പ്രതിരോധം മാത്രമാണ് ഉണ്ടാക്കിയത്, പകരം എന്ത് ചെയ്തിട്ടില്ല, ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യസ്ഥിതികൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെയാണ് അമേരിക്ക കണക്കൂട്ടുന്നത്. പക്ഷെ ഒരു രാജ്യം അതിനോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോംവഴികളെക്കുറിച്ചാണ് പിന്നീട് യഥാർത്ഥത്തിൽ അമേരിക്ക ആലോചിച്ചത്. ഒരു മാർഗവും ഒരു വഴിയും കണ്ടിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയെ കുറ്റപ്പെടുത്തി മാറി നിന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളും നിസ്സഹകരണം കാണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അമേരിക്ക എത്തിയത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാഖിൽ നിന്ന് ഷിയ മിലീഷ്യ എന്ന് പറയുന്ന വിഭാഗം സൗദി അറേബ്യ ആക്രമിക്കുന്നു. അത് തങ്ങളല്ല ചെയ്തത് എന്നുള്ളത് ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അമേരിക്കയോ സൗദി അറേബ്യയോ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് തുടർന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യങ്ങളും വല്ലാത്തൊരു അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഈ ഒരു അവസരത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ, അല്ലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൗദി അറേബ്യയുടെ ഒരു ആഗ്രഹമായിരുന്നു ആണവായുധ രാജ്യമാവുക എന്നുള്ളത്. കാര്യം ഈ മേഖലയിലെ ഏറ്റവും വലിയ ആണവായുധ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. മിഡിൽ ഈസ്റ്റിൽ ഏക ഒരു ആണവായുധ രാജ്യമുള്ളതും ഇസ്രായേലാണ്. പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ ഇറാനുമായിട്ട് വലിയ രീതിയിൽ കൊമ്പ് കോർക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അങ്ങനെ ആ സമയത്ത് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കഠിനമുള്ളതാണ്. ഈ കഠിനമുള്ള ശക്തിയെ പ്രതിരോധിക്കണമെങ്കിലും ആണവായുധം വേണം. ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം ഉണ്ട്, ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ. അവരത് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം. പ്രതിസന്ധി ഘട്ടത്തിലോ അത്തരം സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മേഖല നോക്കുന്ന സമയത്തും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനിക ബലത്തിൽ വലിയ നിരാശയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായ സമയത്തും ഇതിന് മുമ്പ് ജോ ബൈഡൻ ഉണ്ടായ സമയത്തും അതിന് മുമ്പത്തെ ഈ ഒബാമ ഉണ്ടായ സമയത്തും ജോർജ് ബുഷ് ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഇവരുടെ ആവർത്തനങ്ങളുണ്ടായിരുന്നു. സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള കാര്യമായിരുന്നു അവർ പറഞ്ഞത്. അത് ഈ കറണ്ട് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അവർ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരിക്കലും അമേരിക്കയോ പിന്നീട് UN സഭയിൽ ഈ വിഷയം എത്തിയ സമയത്ത് UN സഭയോ ഇത് അംഗീകരിച്ചിട്ടില്ല. സമാധാന ആവശ്യത്തിന് വേണ്ടി, അതായത് കറണ്ട് പോലെയുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യുറേനിയത്തിനേക്കാണ് ഏറ്റവും എളുപ്പവും സാമ്പത്തിക ലാഭമുള്ളത് യഥാർത്ഥത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കാണ് എന്നായിരുന്നു അന്നത്തെ നിരീക്ഷണം. അപ്പോൾ വലിയ രീതിയിലുള്ള പെട്രോളിയം ഉള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്ക സർവ്വ മേഖലയിലും ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തികൾ ക്ഷയിക്കുകയും ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്തു. ഇന്നൊരു നിലപാട് പറയും, നാളെ തിരുത്തി പറയും, മറ്റന്നാൾ വേറെ നിലപാട് പറയും, അത് കഴിഞ്ഞ ശേഷം പിന്നീട് അത് തിരുത്തി പറയും. ഈ തരത്തിൽ ഒരു അമേരിക്കയുടെ പ്രസിഡന്റ്, സൂപ്പർ പവറായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ലോകാടിസ്ഥാനത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിവരക്കേട് പറയുന്ന ഒരു പ്രസിഡന്റായിട്ട് ട്രംപ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ലോകം മനസ്സിലാക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ വളരെ ദയനീയമാണ്, വളരെ കഷ്ടപ്പാടാണ്, വലിയ പ്രയാസമാണ്. മാത്രമല്ല അവർ ലോകാടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിയിലേക്കും സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, അവരവരുടെ രാജ്യം
അവരവർ തന്നെ ശക്തി ശേഖരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം വലിയ യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വലിയ യുദ്ധത്തിലെല്ലാം വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 5ാമത്തെ വർഷമായി. ആരും ജയിക്കാത്ത, ആരും പരാജയപ്പെടാത്ത ഒരു യുദ്ധം എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം 2 വർഷം നടന്നു. അവിടെയും സമാനമായ രീതിയാണ്. ആരും തോറ്റിട്ടില്ല, ആരും ജയിച്ചിട്ടുമില്ല. കുറേ മനുഷ്യന്മാർ മരിച്ചുപോയി എന്നതല്ലാതെ. ഇനി ഇറാനിലും അമേരിക്കയും തമ്മിൽ നോക്കുന്ന സമയത്ത് 5 മാസത്തോളമായി. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ, ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാനാണ്, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുമാണ്. അപ്പോൾ ഇത്രയും സൂപ്പർ പവറുള്ള രാജ്യത്തിന് മുൻപിൽ പോലും തളരാതെ പിടിച്ചു നിൽക്കാൻ മാത്രം ഇറാന് ശക്തിയും സൈനികപരമായിരിക്കുന്ന ബലവും ഉണ്ട് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്നു. ഈ തരത്തിലാണ് ഇവിടുത്തെ വ്യാഖ്യാനങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളും പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന വിഷയവും അത് തന്നെയാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മുമ്പൊക്കെ പറഞ്ഞു വെച്ച, നൽകില്ലെന്ന് പറഞ്ഞ, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ അതേ അമേരിക്ക സൗദി അറേബ്യയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആണവായുധം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. മുമ്പ് തന്നെ F-35 എന്ന് പറയുന്ന 38 വിമാനങ്ങൾക്കാണ് സൗദി അറേബ്യ ഓർഡർ ചെയ്തത്.